നമുക്ക് വർക്ക് ചെയ്യാൻ വന്നേക്കുന്നത് BMW S1000RR ആണ്. വണ്ടിയിലുണ്ടായിരുന്ന എയർ ഫിൽറ്റർ ഡർട്ടി ആയിരുന്നു. എയർ ബോക്സിൻ്റെ ഉള്ളിൽ ത്രോട്ടിൽ ബോഡിയുടെ മുകളിൽ തന്നെ റബ്ബർ മുന്നേ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മര്യാദയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൽ വേരിയബിൾ വെലോസിറ്റി സ്റ്റാക്സ് ഉള്ളതാണ്. അപ്പോൾ ഈ റബ്ബർ മര്യാദയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഈ സ്റ്റാക്സ് അടിക്ക് മുകളിലേക്ക് ആകുമ്പോൾ അത് റെസ്ട്രിക്റ്റ് ആവും. അപ്പോൾ വണ്ടിയുടെ ലോ എൻഡും ഹൈ എൻഡിലും പ്രശ്നങ്ങൾ കാണിക്കും. അതുകൂടാതെ ത്രോട്ടിൽ ബോഡിയിലും ലീക്ക് ഉണ്ടാവും. വണ്ടിയുടെ സൈലൻസർ സ്വിംഗാമായിട്ട് അറിയുണ്ടായിരുന്നു. ഓൾഡ് കൂളൻ്റ് ഡ്രെയിൻ ചെയ്തു. പഴയ ഓയിൽ ഫിൽറ്ററും ഓയിലൊക്കെ റിമൂവ് ചെയ്തു. സ്പാർക്ക് ഇഞ്ചക്ടറൊക്കെ ഒരു ഫുള്ള് ക്ലീൻ ചെയ്തു. വണ്ടിയുടെ റേഡിയേറ്ററും ഓയിൽ കൂളറും അത്യാവശ്യം ഡർട്ടി ആയിരുന്നു. അതൊക്കെ ഊരി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡിയും ഊരി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഓറിങ്ങിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു. അത് ഫുള്ള് ക്ലീൻ ചെയ്ത് പുതിയ ഓറിങ് ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എയർ ബോക്സ് ഫുൾ ക്ലീൻ ചെയ്ത് റബ്ബറൊക്കെ കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തു. ഔട്ട് സെൻസറിന് ലീക്ക് ഉണ്ടായിരുന്നു, ടൈറ്റ് ചെയ്തു. ബ്രേക്ക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ മാറ്റാറുണ്ടായിരുന്നു. അത് ഫുള്ള് റീപ്ലേസ് ചെയ്തു. പുതിയ ഓയിൽ ഫിൽറ്ററും ഓയിലൊക്കെ യൂസ് ചെയ്തു. പുതിയ കൂളൻ്റ് വെച്ചിട്ടുണ്ട്. ചെയിൻ ഫുള്ള് ഡർട്ടി ആയിരുന്നു. അതിൻ്റെ ഫ്രണ്ട് കവർ കൂടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് ടോർക്ക് ചെയ്തിട്ടുണ്ട്. അലൻസറിൻ്റെ ഗ്യാപ്പൊക്കെ റെക്ടിഫൈ ചെയ്തു. എൻ്റെ ഓടിച്ച് നോക്കിയപ്പോൾ ഒട്ടും കംഫർട്ട് ഉണ്ടായില്ല. സസ്പെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു.